ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായ ഒരു കാര്യമായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഒരുപാട് പേര് യൂട്യൂബിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ എങ്ങനെ യൂട്യൂബിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാതെയാണ് മിക്ക ആളുകളും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോസിൽ ഇങ്ങനെ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും വീഡിയോസ് റീച്ച് ആകുമോ എന്നുള്ളത്. പല യൂട്യൂബേഴ്സും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. കാരണം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ സബ് ഫോർ സബ് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് സബ് കൂട്ടേണ്ട, വാച്ച് ടൈം കൂട്ടേണ്ട മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ ഒക്കെ താഴെ വന്നിട്ട് ഉണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക, ബഗ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പരസ്പരം വീഡിയോ കണ്ട് സഹായിക്കുക, ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല, പൈസ കൊടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ട് യൂട്യൂബ് ടിപ്സിനെ കുറിച്ച് അങ്ങനെ അതിനൊന്നും ആവശ്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു ക്രിയേറ്റർക്കും ഒരു സംശയം തോന്നിയേക്കാം, പ്രത്യേകിച്ച് ഒരു ന്യൂ യൂട്യൂബർക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യാതെ നമുക്ക് യൂട്യൂബിൽ റീച്ച് ആകാൻ കഴിയുമോ, ചാനൽ മോണിറ്റൈസേഷൻ ആകുമോ? എനിക്ക് തോന്നുന്നു പഴയ യൂട്യൂബേഴ്സിലും ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായേക്കും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാതെ യൂട്യൂബിൽ റീച്ച് ആകാൻ കഴിയുമോ എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂ യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ചൊരു സംശയം ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ കാണുന്നത് അങ്ങനെയല്ല, കേൾക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾ കാണുന്ന വീഡിയോസിൽ ഒരു പക്ഷെ കേൾക്കുന്നത് ഇതാ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ആകാം, പെയ്ഡ് വാച്ച് ടൈം, പെയ്ഡ് സബ്, ഗ്രൂപ്പുകൾ, അതുപോലെ പെയ്ഡ് ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്, ഇതിൽ ജോയിൻ ചെയ്ത് പരസ്പരം വീഡിയോ കണ്ട് നിങ്ങളുടെ ചാനൽ റീച്ച് ആക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അപ്പോൾ തൊട്ട് മുമ്പെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ പറയുക മാത്രമല്ല, പക്ഷെ ഇങ്ങനെ റീച്ചായ ചാനലുകൾ കൂടി ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത്. കാരണം ഇത് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചുമ്മാ പറയുകയാണ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, കണ്ടന്റിന് വേണ്ടി പറയുക, ഇതിൽ ഒരു ഡെയിലി വീഡിയോ ഇടണം എന്നുള്ള ഒരു ടാർഗറ്റോട് കൂടിയിട്ടല്ല ഞാൻ യൂട്യൂബിൽ മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്കിത് കൂടാതെ 2-3 ചാനൽ വേറെ ഉണ്ട്. ഇതിലും ബെറ്റർ ആയിട്ട് പോകുന്ന 2-3 ചാനൽ വേറെ ഉണ്ട്. അത് എന്നെ അറിയുന്നവർക്കറിയാം. അപ്പൊ അതിൽ പോലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ കഴിയാറില്ല. കാരണം ഇതൊന്നും അല്ല എന്റെ പ്രൊഫഷൻ എന്നുള്ളത്. ഞാൻ അതല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി സമയമാണ് ഞാൻ ഇതിലേക്ക് മാറ്റി വെക്കുന്നത്. പക്ഷെ പല യൂട്യൂബേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാഹചര്യം കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്താം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്, ന്യൂ യൂട്യൂബർ ആണ്. വെറും 12 വീഡിയോസ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചാനലിലെ മോണിറ്റൈസേഷൻ സെറ്റിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇപ്പൊ ഏകദേശം ഒരു 20-ലധികം വീഡിയോസ് ആയിട്ടുണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് ആ ഒരു ചാനലിൽ ഒന്ന് കയറി നോക്കുക. എന്നിട്ട് അവരെങ്ങനെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. വെറും 12 വീഡിയോസ് ചെയ്തപ്പോഴേക്കും അവർക്ക് എങ്ങനെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനായി. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർ സബ് ഫോർ സബ് ചെയ്തിട്ടില്ല, ഗ്രൂപ്പുകളിൽ ടാസ്ക് ചെയ്തിട്ടില്ല, ക്യാഷ് കൊടുത്തിട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്തിട്ടില്ല, പെയ്ഡായിട്ട് വാച്ച് ടൈം ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ അവർ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ എന്താ പറയുക, നമ്മളൊക്കെ ടെൻഷൻ അടിക്കുന്ന പോലെ അങ്ങനെ ടെൻഷൻ അടിച്ച് ഒന്നും ചെയ്യാതെ വളരെ കൂളായിട്ട് വന്ന് ചാനൽ തുടങ്ങി വീഡിയോസ് 12 വീഡിയോസ് ചെയ്തപ്പോഴേക്കും
വാച്ച് ടൈം കംപ്ലീറ്റ് ആയി, മോണിറ്റൈസേഷൻ ആയി. ഇപ്പം ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയി മുന്നോട്ട് പോകുന്നുണ്ട്. എന്ത് മാജിക്കാണ് ഇവർ ചെയ്തത്, അല്ലെങ്കിൽ എന്ത് അത്ഭുതമാണ് ഇവരുടെ ചാനലിൽ സംഭവിച്ചത്? ഒരു സാധാരണ ചാനലാണ്. നിങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് കയറി നോക്കുക. ഞാൻ ആ ചാനലിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ വീഡിയോസ് ചെയ്ത രീതി, അല്ലെങ്കിൽ അവരുടെ എല്ലാ എഡിറ്റിംഗ് ആയാലും അവർ എങ്ങനെ യൂട്യൂബിനെ എങ്ങനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ വിജയത്തിന്റെ ആ ഒരു പോയിന്റ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് കയറി നോക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തി ആ ഒരു ചാനലിൽ എന്ത് മാജിക്കാണ് അവർ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഞാനതിൽ അത്ഭുതകരമായിട്ടുള്ള മാജിക് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അവർ ചെയ്ത ആദ്യത്തെ ഒരു മെറിറ്റ് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ കുറുക്കു വഴികളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഡയറക്റ്റ് യൂട്യൂബിലേക്ക് വന്നു, വീഡിയോസ് ചെയ്തു, മുന്നോട്ട് പോകുന്നു. ഇത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇതാണ് അവരുടെ ചാനൽ. നിങ്ങൾക്ക് കാണാം. ലക്ഷ്മി ശിവ എന്നാണ് ചാനലിന്റെ പേര്. ഏകദേശം 1500-ലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ 20-ലധികം വീഡിയോസ് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞത് 27 വീഡിയോസ് ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ചാനൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന ലിസ്റ്റിൽ ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ എനിക്ക് കാണാൻ കഴിയും. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞ് നിങ്ങളൊന്ന് ജസ്റ്റ് അവരുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തമ്പനെയിൽ, വീഡിയോ എടുക്കുന്ന രീതി, വീഡിയോയിൽ എന്താണ് പ്രേക്ഷകർ ഇത്ര പെട്ടെന്ന് റീച്ചാക്കി കൊടുക്കാനുള്ള കാരണമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആ ഒരു ചാനലിൻ്റെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങൾ താഴെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഇതുപോലെ ന്യൂ യൂട്യൂബേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.